സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്രൻറ്റീസ് പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു വർഷത്തേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. അതായത് ഒരു വർഷത്തേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേരളത്തിൽ ഉൾപ്പെടെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 4500 അടുത്ത പോസ്റ്റുകളുമായിട്ട് 4500ഓളം പോസ്റ്റുകളുമായിട്ട് പുതിയൊരു അപേക്ഷ വിളിച്ചിട്ടുണ്ട്. CBI അതായത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 12/6/2026 ഏകദേശം നിങ്ങൾക്ക് 22/6/2026 വരെ അപേക്ഷിക്കാൻ സാധിക്കും. ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും 20 to 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഒരു ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറയുന്നത്. ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി. ഏകദേശം 12 മാസം, ഒരു വർഷത്തേക്കുള്ള സെലക്ഷനാണ് ഇവിടെ വരുന്ന, അപ്രൻറ്റീസാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏജിൽ നിന്ന് 5 വർഷത്തെ ഇളവ് SC/STക്കും 3 വർഷത്തെ ഇളവ് OBC വിഭാഗത്തിന് നൽകുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പരീക്ഷേൻ്റെ ഏകദേശം ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഒരു പേജിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജനറൽ EWS OBC വിഭാഗം എന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും. ആൺകുട്ടികൾക്ക് ഏകദേശം 800 രൂപ ഫീസ് വരുന്നുണ്ട്. പ്ലസ് GSTയും കൂടി വരുമ്പോൾ 944 രൂപ വരുന്നുണ്ട്. അത് പെൺകുട്ടികളാകുന്ന സമയത്ത് ഇതേ കാറ്റഗറി പെൺകുട്ടികൾക്ക് 708 രൂപ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി SC/ST അതുപോലെ ഫീമെയിൽ SC/ST വിഭാഗത്തിലെ ഫീമെയിൽസിന് 236 രൂപയാണ് ഫീസായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ ഫീസാണ് കേട്ടോ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീസ് കൂടി ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് സ്റ്റേറ്റ് വൈസ് വന്നിട്ടുള്ള വേക്കൻസിൻ്റെ ഡീറ്റെയിൽസും കൂടി നോക്കാവുന്നതാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലും അങ്ങനെ എല്ലാവരുടെയും തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കേരളത്തിന് നോക്കാം. 116ഓളം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കാറ്റഗറി വൈസും ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു താൽക്കാലികമാണ്, അതായത് 1 ഇയറിലേക്കുള്ള അപ്രൻറ്റീസ്ഷിപ്പിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇത് അപ്രൻറ്റീസ് ആയതുകൊണ്ട് തന്നെ 1 ഇയറിലേക്ക് നമുക്കൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ഇത് അറ്റൻഡ് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഏകദേശം 4500 വേക്കൻസികൾ നിലവിൽ ഓൾ ഓവർ ഇന്ത്യയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫീസൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കി കൃത്യമായിട്ട് ഓക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്.